ശബരിമലയിലെ ഭക്തർ നൽകുന്ന കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കുന്ന പണവും സ്വർണവും വെള്ളിയും ഡയമണ്ടും പുരാവസ്തുക്കളും അങ്ങനെ അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുന്നതിന് ശരിയായ കണക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടുപിടിച്ചു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KB ബിജുകുമാറും കഴിഞ്ഞ ദിവസം സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ശബരിമലയിലെ ദ്വാരപാലകൻ്റെ ശില്പവും അതിൻ്റെ പീഠവും അവിടെ നിന്ന് സ്വർണം പൂശാനെന്ന് പറഞ്ഞ് ഹൈക്കോടതി അറിയാതെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ചെന്നൈക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഒരു സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളാണ് മേൽനോട്ടത്തിലാണ് ഇത് കൊണ്ടുപോയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ട് തന്നെ ഇത് കൊണ്ടുപോയത്. ചെന്നൈ കൊണ്ടുപോയ ആ ദ്വാരപാലക ശില്പവും പീഠവും മടങ്ങി വരാനായിട്ട് 40 ദിവസത്തോളം എത്തി. ഇപ്പോഴേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ ഒരു സ്പോൺസറാണ് ഇത് കൊണ്ടുപോയത്. ശബരിമല മേൽശാന്തിയുടെ അനുവാദത്തോടു കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുവാദത്തോടു കൂടി ചെന്നൈക്ക് പോയി. ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയത് തകിട് പൂശിയത് കൂടെ കൂട്ടി തൂക്കി നോക്കിയപ്പം അത് 44 കിലോ 800 ഗ്രാം അതിനകത്ത് സ്വർണം പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ തകിട് ഷീറ്റ് അത് ചുറ്റിയിട്ടുണ്ട്. അത് തിരിച്ചു വന്നപ്പം അതിനകത്ത് 38,300 മാത്രമേ സ്വർണം 38,300 കിലോ സ്വർണം മാത്രമേ അതിലുള്ളൂ. 44,800 കിലോ സ്വർണമാണ് അതിൽ പൂശിയെന്നും പതിപ്പിച്ചെന്നും പാളികൾ പതിപ്പിച്ചതെന്നൊക്കെ പറയുന്നത്. ഏകദേശം 4.5 കിലോ സ്വർണം ഇപ്പോഴും ഇല്ല. അത് പൂശുമ്പം അത് അപ്രത്യക്ഷമാകും എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല കേരളത്തിലുള്ള ജനങ്ങൾ, ശബരിമല ഭക്തന്മാർ, പ്രത്യേകിച്ച് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അതിൻ്റെ സ്പോൺസറാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ശബരിമലയിലെ നവംബർ മാസത്തിൽ 2024-25 നവംബർ 9 ദിവസത്തെ വരുമാനം ഏകദേശം 41 കോടി രൂപയാണ്. ഇപ്പോഴേ ശബരിമലയിലെ 2024-25 നടവരമ്പ് 412 കോടിയാണ്. അത് 23-24 കാലഘട്ടത്തിൽ 358 കോടിയാണെന്ന് പറയുന്നു. ഓരോ വർഷം ചെല്ലും തോറും ശബരിമല നടവരവ് കൂടിക്കൂടി വരുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പം ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് അനുവാദത്തോടുകൂടി അവിടുത്തെ പൂജാരിയുടെ അനുമതിയോടും കൂടി ഈ സാധനം വെളിയിലേക്ക് പോയി 44,800 കിലോയോളം തൂക്കം വരുന്ന സ്വർണം പാളിയായിട്ടോ പൂശിയായിട്ടോ അതിലുണ്ട്. അതെങ്ങനെ ശബരിമലയ്ക്ക് വെളിയിൽ കൊണ്ടുപോകുമെന്നാണ് കോടതി ചോദിക്കുന്നത്. ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ശബരിമലയെപ്പറ്റി ഡിവിഷൻ ബെഞ്ച് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. കാരണം സ്വമേധയാ ആണ് ഈ തട്ടിപ്പ് കണ്ടപ്പം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് കേസെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കറിനെ ഇതേപ്പറ്റി അന്വേഷിക്കാനും ഒരു ഉത്തരവോടെ നിയമിക്കുകയും ചെയ്തു. ശബരിമലയിലെ ഭക്തർ സമർപ്പിക്കുന്ന വിലയേറിയ വസ്തുക്കൾ അതിനൊരു രജിസ്റ്റർ വേണമെന്ന് നിബന്ധനയുണ്ട്. ഒരു രജിസ്റ്ററും ഇല്ല, അതിൽ എൻട്രി ചെയ്യുന്നുമില്ല, ഒരു കണക്കുമില്ല. നടവരവ് എത്രയെന്ന്
കൃത്യമായിട്ട് ഉണ്ടാകും. കാണിക്കയിടുന്ന സ്വർണം, കാണിക്കയിടുന്ന വെള്ളി, അല്ലെങ്കിൽ കാണിക്കയിടുന്ന രൂപ, പണം, ഇതിനൊക്കെ കണക്കുണ്ടാവാം. പക്ഷേ ഇതൊന്നും ഒരു രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവിടെയാണ് ഇവിടുത്തെ തട്ടിപ്പിൻ്റെ ഒരു മേഖല. 2024 നവംബർ 25 9 ദിവസത്തെ ഒരു കണക്ക് പുറത്ത് വരുന്നുണ്ട്. ആ 9 ദിവസം കൊണ്ട് ഏകദേശം 42 കോടി രൂപ വരുമാനം വന്നു. 22 കോടി രൂപ അപ്പത്തിൽ നിന്ന് വന്നു. 18 കോടി രൂപയോളം അരവണയിൽ നിന്ന് വന്നു. കാണിക്കയായിട്ട് 14 കോടിയുടെ അടുത്ത് വന്നു. മറ്റ് ഇതര വരുമാനം ഏകദേശം 8 കോടിയുടെ വരുന്നുണ്ട്. 9 ദിവസത്തെ നടവരവ് ഏകദേശം 28 കോടി എന്നാണ് കണക്കാക്കുന്നത്. 3-3.5 ലക്ഷം ജനങ്ങളാണ് ആ പീരീഡിൽ ദർശനത്തിനെത്തിയത്. 2024-25 കൃത്യമായ കണക്ക് 440 കോടിയാണ് വരവ്. 21-24 357 കോടിയായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഏകദേശം 90 കോടിക്കടുത്ത് അധിക വരുമാനം അടുത്ത വർഷം വന്നിരിക്കുന്നു. ശബരിമലയിലെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്കറിയാം. അതിന് അവരുടെ ബയോഡാറ്റ എല്ലാം കൊടുക്കും. കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലെ ശാന്തിമാർക്ക്, മേൽശാന്തിമാർക്കോ ആർക്ക് വേണേലും ശബരിമല മേൽശാന്തിക്ക് അപേക്ഷിക്കാം. അവരുടെ ക്യാരക്ടറുകൾ, അവരുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കിയ ശേഷം അവരുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് ലോട്ടിട്ടാണ് എടുക്കുന്നത്. ശബരിമലയിലെ മേൽശാന്തിയുടെ ഒരു വർഷത്തെ പീരീഡ് കഴിഞ്ഞാൽ ആ മേൽശാന്തി തമിഴ്നാടും കർണാടകത്തിലും ആന്ധ്രയിലും കേരളത്തിലുമൊക്കെ മേൽശാന്തി എന്ന നിലയിൽ എല്ലാ അമ്പലങ്ങളിലും സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെയെല്ലാം മേൽശാന്തിയെ കാണാനും കാണിക്ക കൊടുക്കാനും ഒക്കെ ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അത് വലിയൊരു വരുമാനമാണ് മേൽശാന്തിക്ക്. അത് മേൽശാന്തിക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് ദ്വാരപാലകയിലെ ശില്പവും അതിൻ്റെ പീഠങ്ങളും കൊണ്ടുപോയതിൻ്റെ അകത്ത് 4.5 കിലോയോളം സ്വർണം കുറവ് വന്നിരിക്കുന്നു. അത് പൂശാനായാലും ശരി, പാളി ചുറ്റും ഒട്ടിക്കാനായാലും ശരി, അത്രയും കുറവ് വന്നതായിട്ട് കോടതിക്ക് മനസ്സിലായി. ഹൈക്കോടതിയിലെ ഡയറക്ഷൻ അനുസരിച്ച് ശബരിമല വിജിലൻസ് ഓഫീസർ ആ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തും കഴിഞ്ഞിരിക്കുന്നു. ശബരിമല നമുക്കറിയാം, ശ്രീകോവിലിനകത്ത് സ്വർണം പൂശിയിട്ടുണ്ട്, അവിടുത്തെ നടകളിൽ സ്വർണം പൂശിയിട്ടുണ്ട്, ദ്വാരപാലക ശില്പത്തിലും അതിൻ്റെ പീഠങ്ങളിലൊക്കെ സ്വർണം പൂശിയിട്ടുണ്ട്, 18-ാം പടിയിലുമൊക്കെ സ്വർണം പൂശിയിട്ടുണ്ട്. അവിടുത്തെ സ്വർണത്തിൻ്റെ വരവിന് കൃത്യമായ ഓരോ വർഷം അവിടെ വന്നു ചേരുന്ന സ്വർണത്തിൻ്റെ കണക്കോ, അതിൻ്റെ വെള്ളിയുടെ കണക്കോ, ഡയമണ്ടിൻ്റെ കണക്കോ, പോളിഷ്ഡ് ആയിട്ടുള്ള മറ്റ് ഡയമണ്ടിൻ്റെ കണക്കോ, പുരാവസ്തുക്കളുടെ കണക്കോ ഒന്നും അവിടുത്തെ രജിസ്ട്രി ചേർത്തിട്ടില്ല. ചേർത്തെടുത്ത് തന്നെ അതിൻ്റെ മാറ്റുകൾ എത്രയെന്ന് പറഞ്ഞിട്ടുമില്ല. ശബരിമലയിലെ ഇപ്പോൾ പൂശാൻ കൊണ്ടുപോയിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ ആ സ്വർണത്തിൻ്റെ മാറ്റ് എത്രയെന്ന് അറിയില്ല. ഇവിടുന്ന് എത്ര കിലോ സ്വർണം അങ്ങോട്ട് കൊടുത്തു വിട്ടു പൂശാൻ, അതും അറിയില്ല. പൊതുവെ ശബരിമലയിലെ കോടാനുകോടി രൂപ ഇങ്ങനെ വരുന്നത് അതിൻ്റെ ചെലവഴിക്കുന്ന കൃത്യമായ കണക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സുണ്ട്. ശബരിമലയിലെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് ദേവസ്വം ബോർഡ്. അപ്പോൾ അതിനകത്ത് ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ശബരിമല അയ്യപ്പനെ ഒരു വിശ്വാസി മാത്രമായിരിക്കണം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു പോസ്റ്റിംഗ് അത്ര നല്ലതായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല. കാരണം വിശ്വാസി ഒരാൾക്കാണുമ്പോൾ ശബരിമല അയ്യപ്പനോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ബഹുമാനവും തോന്നുമ്പം അവിടെയുള്ള മോഷണത്തിനൊന്നും കൂട്ടുനിൽക്കാൻ സാധ്യത കുറവ് എന്ന് കരുതുന്നു. ജസ്റ്റിസ് KT ശങ്കറിനെ ഇപ്പം ഹൈക്കോടതി നിർദ്ദേശിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും ശബരിമലയിൽ എവിടൊക്കെയാണ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ അവിടെയുള്ള ശബരിമലയിലെ വസ്തുക്കളുടെ അതിൻ്റെ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് മുറിക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ,
അതിൻ്റെ കണക്കുകൾ എടുക്കണം. നമുക്കറിയാം തിരുവനന്തപുരത്തെ നമ്മുടെ പ്രശസ്തമായ അമ്പലത്തിൽ അത് സുപ്രീം കോടതി ഇടപെട്ട് അവിടുത്തെ ഒരു മുറി തുറന്ന് കണക്കെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊന്ന് രണ്ട് മുറികളുടെ കണക്കുകൾ എടുക്കാനുണ്ട്, അതിലേക്ക് പോയിട്ടില്ല. അമ്പലത്തിൻ്റെ വരുമാനം, തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തിന് ദേവസ്വം ബോർഡിലെ അതിൻ്റെ പ്രസിഡൻറ്റും അവിടുത്തെ അംഗങ്ങളും ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. 1980 ഞാൻ ശബരിമലയിലെ പമ്പയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ എത്രയായി. അന്ന് പമ്പയ്ക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പമ്പ നദിയുടെ അവിടെ ഇന്നുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല, കലുങ്ക് കെട്ടിയിട്ടുണ്ട്, 2-3-4 സ്റ്റെപ്പുകളും കാണും. വെള്ളത്തിൽ ഇറങ്ങി കയറി പോകണം. അക്കരെ ശബരിമല പമ്പയാറിൻ്റെ അക്കരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇന്ന് കാണുന്ന ലോഡ്ജുകളൊന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ 1-2 ചെറിയ മുറുക്കാൻകടകളൊക്കെ മാത്രമേ ഉള്ളൂ. ശബരിമല പമ്പയിൽ അന്ന് പോലീസിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് 1-2 മുറിയുള്ള ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. അതുകൂടാതെ പോലീസും ഞങ്ങളും എല്ലാം അവിടെ കിടക്കുന്നത് പമ്പയിൽ വനത്തിനോട് ചേർന്ന റോഡ് സൈഡിൽ ഷെഡ് കെട്ടിയാണ് കിടന്നിരുന്നത്. അവിടെ പോലീസിൻ്റെ യൂണിറ്റ് വയർലെസ് സെറ്റ് ഉണ്ടാവുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഷെഡിനോട് ചേർന്ന് അവിടെ ഉയർത്തിക്കെട്ടിയ പ്ലാറ്റ്ഫോമുണ്ട് തടിയുടെ, അതിൻ്റെ മുകളിലെ ഇല്ലികൾ മുള പൊട്ടിച്ച് അത് അതിൻ്റെ തൈതലെടുത്ത് അതവിടെ ആ ഷെഡിൻ്റെ അവിടെ വിരിക്കും. അതിൻ്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. പകലും രാത്രിയും ഭയങ്കര തണുപ്പാണ്, കമ്പിളിയായിട്ടാണ് പോകുന്നത്. പമ്പയിൽ വരെ ഇപ്പുറത്തെ കരയിൽ മാത്രമേ അത്യാവശ്യം വാഹനങ്ങൾ ചെല്ലുള്ളായിരുന്നു. അക്കരെ കയറി കഴിഞ്ഞാൽ മുകൾ വരെ നടക്കണം. ഇന്നത്തെ സുബ്രഹ്മണ്യം റോഡൊന്നും അന്നില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റി വീഴും നട കയറുമ്പം. അവിടെ ഇവിടെ ചില നടകൾ മാത്രമേ ഉള്ളൂ, അത് വെറും കല്ലും മണ്ണുകൊണ്ട് മാത്രം സൃഷ്ടിച്ചതാണ്. ഇടയ്ക്ക് ശബരിമല കോവിലിൻ്റെ അവിടെ നിന്ന് എത്തുന്നതിനിപ്പുറം 5-6 സ്ഥലത്ത് ചെറിയ മാടക്കടകൾ, ചുറ്റും വനമാണ്. അങ്ങനെയായിരുന്നു ആ കാലത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. പിന്നീട് ഞാൻ ശബരിമലയിലെ പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായി പോയി കഴിഞ്ഞപ്പോൾ അതിശയിച്ചു പോയി. കാരണം പമ്പ നദിയിലെ ഇരുവശത്തും പടവുകൾ കെട്ടി. അത് തന്നെയല്ല, അക്കരയ്ക്ക് കിടക്കാനായിട്ട് വാഹനങ്ങൾ അക്കരെ കിടക്കാൻ തുടങ്ങി. അവിടെ മുഴുവൻ ലോഡ്ജുകളും അവിടെ മുഴുവൻ കടകളും ഒക്കെയായി. ശബരിമലയിൽ സുബ്രഹ്മണ്യം റോഡ് വന്നു. ആ റോഡിൽ കൂടെ ട്രാക്ടറും മറ്റു വാഹനങ്ങളൊക്കെ കയറിപ്പോകും. ശബരിമല ദർശനത്തിന് മുകളിൽ നടന്ന് തന്നെ കയറണം. ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയറുന്ന ആ അവസ്ഥകളൊക്കെ മാറി. ഇപ്പം ശബരിമല കോടിക്കണക്കിന് രൂപ വരവുള്ള ഒരു ക്ഷേത്രമായിട്ട് മാറി. അത് ദേവസ്വം ബോർഡ് ആണ് അത് നിയന്ത്രിക്കുന്നത്. അതിനകത്ത് ഗവൺമെൻറ്റിന് അതിനകത്ത് വലിയ കൺട്രോളില്ല. പക്ഷേ അവിടുത്തെ വരുമാനം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നവോത്ഥാനത്തിനും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പം വരുമാനങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അവിടെ മോഷണങ്ങളും പല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ഭക്തനായിരുന്ന ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഞാനിപ്പം ഓർമ്മ വരുന്നുണ്ട്. കാരണം ജസ്റ്റിസ് പരിപൂർണൻ്റെ ഒരു ജഡ്ജ്മെൻ്റുണ്ട്. ശബരിമലയെപ്പറ്റി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ശബരിമല പ്രവർത്തിക്കേണ്ടതെന്നും അങ്ങനെയുള്ള മേഖലകളെ പറ്റി അദ്ദേഹത്തിൻ്റെ വലിയ വിസ്തൃതമായ ഒരു ജഡ്ജ്മെൻറ്റ് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ്റെ അത് ബേസ് ചെയ്താണ് ഹൈക്കോടതി ബെഞ്ചുകൾ ഇന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കരനെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല ഇന്നുള്ള സ്വത്തുക്കൾ അതിൻ്റെ മുഴുവൻ കണക്കെടുക്കുമായിരിക്കും അദ്ദേഹം. അത് മുഴുവൻ രേഖപ്പെടുത്തുമായിരിക്കും. സ്വർണവും വെള്ളിയുടെയും ഡയമണ്ടിൻ്റെയൊക്കെ മാറ്റുകൾ രേഖപ്പെടുത്തും. അത് വളരെ ഇമ്പോർട്ടൻ്റായ ഘടകമാണ്. അത് തന്നെയുമല്ല, ശബരിമല വരുമാനം ഏതൊക്കെ രീതിയിലാണ് ചെലവഴിക്കുന്നതിന് കൃത്യമായ ഒരു രേഖ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ദേവസ്വം മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ട് 1999 മുതലുള്ള കാര്യങ്ങൾ അവിടെ വിലയിരുത്തും എന്ന് പറയുന്നുണ്ട്.
ഏതായാലും ഇതുവരെ പല ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഒക്കെ വന്നെങ്കിലും ഈ മന്ത്രി വന്നിട്ട് ഒന്നും ഇതുവരെ വിലയിരുത്തി കാണുന്നില്ല. അതുകൊണ്ട് ശബരിമലയിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ സംഭവത്തോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളുടെ വിശദീകരണം, ആ സ്വർണം എങ്ങനെ പോയി, അതിൻ്റെ ഉടമസ്ഥർ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ദ്വാരപാലക പീഠം എങ്ങനെയാണ് ശബരിമലയുടെ അവിടുത്തെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിലെത്തിയത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പീഠം കാണിച്ച് ഈ 3-4 സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ച് പണമുണ്ടാക്കുന്നുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം 40 ദിവസം എടുത്തിരിക്കുന്നു. ശബരിമലയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ശബരിമലയിലെ സ്വർണം പൂശുന്നതിനും അവിടെ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആരുടെ അനുമതിയോടെയാണ് ഇപ്പോഴേ ഈ ദ്വാരപാലക ശില്പവും അതിൻ്റെ പീഠങ്ങളുമൊക്കെ ശബരിമലയ്ക്ക് വെളിയിൽ കൊണ്ടുപോയത്? തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളെ പണിഷ് ചെയ്യേണ്ടി വരും. ആ ഉത്തരവാദികൾ അതിനകത്ത് പോയ സ്വർണങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് റിക്കവർ ചെയ്യണം. 48 കിലോ സ്വർണം കേരളത്തിലും ഇന്ത്യയിലും എവിടെയായാലും അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് എസ്കോർട്ട് വേണം. 48 കിലോ സ്വർണമെന്ന് പറയുമ്പോൾ നിസ്സാര സംഖ്യയല്ല. നമുക്ക് സ്വർണത്തിൻ്റെ 1 കിലോ സ്വർണം 125 പവനാണ്. നേരത്തെ 118 പവൻ ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അതും ഒരു കണക്ക് എനിക്ക് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 125 പവനാണ്. അപ്പോൾ 125 പവൻ്റെ ഇന്നത്തെ 85,000 രൂപ വരെ വില എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കോടി രൂപയാണ് ഒരു കിലോ സ്വർണത്തിന് വരുന്നത് നമ്മൾ നോക്കിക്കോണം. 10 കോടി രൂപ എടുത്ത് വരും. 4.5 കിലോ സ്വർണമെന്ന് ഇപ്പോൾ 45 കോടി സ്വർണം. അതാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. അതിനകത്തൊരു കണക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെമ്പ് ചേർക്കും, അതോടൊപ്പം തന്നെ മറ്റു ചില കെമിക്കൽ സാധനങ്ങളെ ചേർക്കുമ്പം കുറേ ഒക്കെ കുറവുണ്ടാകും. ആ സൈസ് വിലകളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. കാരണം സ്വർണം ഒരിക്കലും ഡിസപ്പിയർ ചെയ്ത് പോവില്ല. ആ സ്വർണം അവിടെ ഉണ്ടാവും. കാരണം ആ മെറ്റലിൻ്റെ കട്ടി അങ്ങനെയാണ്. അത് പൂശിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. അതിനകത്ത് മറ്റ് ചില ലോഹങ്ങൾ ചേർന്നുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞ എന്നൊക്കെയുള്ള വാദഗതികൾക്കൊന്നും പ്രസക്തിയില്ല. ഏതായാലും കള്ളനെ തീർച്ചയായിട്ടും ഹൈക്കോടതി പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ 2019 മുതൽ ഉള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞെങ്കിലും 1999 മുതൽ ശ്രീകോവിലിലെ സ്വർണങ്ങൾ പൂശുന്നുണ്ട്. അന്ന് മുതലുള്ള കണക്കുകളും അന്ന് മുതലുള്ള കാര്യത്തിലേക്കും ഹൈക്കോടതി പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ശബരിമലയിൽ വരുന്ന ഡയമണ്ട്, പല ഭക്തരും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ടുകൾ അങ്ങോട്ട് വലിച്ചെറിയും. അപ്പോൾ അതിൻ്റെ മാറ്റു നോക്കേണ്ടി വരും. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന് പകരം ഒരു ഡയമണ്ട് എടുത്ത് വെച്ചാൽ മതി. വെറും 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ ഡയമണ്ട് കിട്ടും. വെച്ചിട്ട് അതിനകത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1 കോടി 1.5 കോടി വിലയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റും. ഇത് ഈ ശബരിമലയിലെ സർവ്വസാധാരണ ഏതൊക്കെ രംഗത്തുകൂടിയാണ് പണം അവിടെ വരുന്നത്. അത് കണക്കുള്ള പണങ്ങളുമുണ്ട്, കണക്കില്ലാത്ത പണങ്ങളുമുണ്ട്. വിവിധ മേഖലയിലുള്ള ആ എക്സ്പെൻസ് എത്ര കോടി രൂപ വരുമെന്നൊക്കെ നമ്മൾ ആലോചിച്ചോണം. നമ്മൾ നേരത്തെ തമിഴ്നാട്ടിലെ അവിടുത്തെ ലഡ്ഡു വിൽക്കുന്ന ഒരു അമ്പലമുണ്ട്. അതിനെപ്പറ്റിയുള്ള അവിടുത്തെ സ്കാൻഡലെല്ലാം പുറത്തു വന്ന് നമ്മളൊക്കെ ഞെട്ടിത്തിരിച്ചു പോയതാണ്. കാരണം തിരുപ്പതിയിലെ ആ ലഡ്ഡുവിനെപ്പറ്റി, ലഡ്ഡു വിതരണം, അതിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള അഴിമതിയെപ്പറ്റിയൊക്കെ വളരെ വിപുലമായ രീതിയിൽ അന്വേഷണം നടന്നു. അതിൻ്റെ കൾപ്രിറ്റിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുത്തിട്ടുമുണ്ട്. എന്തായാലും ഈ പോലീസ് എസ്കോർട്ട് ഇല്ലാതെ ശബരിമലയിൽ നിന്ന് 44 കിലോ സ്വർണം എങ്ങനെ കൊണ്ടുപോകും? അതിനകത്ത് മടങ്ങി വന്നതിനകത്ത് 4.5 കിലോ സ്വർണം കാണാനില്ല. ആരടിച്ചു മാറ്റി?
ആരാണ് ഇതിൻ്റെ സ്പോൺസർ? ഇയാൾ എങ്ങനെ ഒരു സ്പോൺസറാകുന്നത്? ദേവസ്വം ബോർഡോ ഗവൺമെൻറ്റോ അറിഞ്ഞിട്ട് തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? അത് അവിടെ പാരമ്പര്യമായിട്ട് അങ്ങുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണോ? പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിക്കോണം. പക്ഷേ പണം അടിച്ചു മാറ്റുന്നതിനും അവിടെ വരുന്ന വരുമാനത്തിൽ ഷെയർ പറ്റിക്കൊണ്ട് പോകുന്ന ഒന്നും നടക്കില്ല. കാരണം അവിടെ ഇന്ന് ശബരിമലയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ആർക്കും പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ച് ശബരിമലയുടെ ആ പ്രതിഷ്ഠയുടെ സിഗ്നിറ്റി അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ ആ ഉദ്ദേശമനുസരിച്ച് അവിടെ 10 വയസ്സിനും 50 വയസ്സിനിടയ്ക്ക് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല പാരമ്പര്യമായിട്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും സുപ്രീം കോടതിയിലെ വിധി വന്നപ്പം ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം എന്നുള്ള വിധി കിടപ്പുണ്ട്. എങ്കിലും പാരമ്പര്യമനുസരിച്ചുള്ള കാര്യത്തിലേക്കാണ് ശബരിമല ഊന്നി നിൽക്കുന്നത്. അതനുസരിച്ച് പോട്ടെ കാര്യങ്ങൾ. അതിന് വിഘാതം വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ശബരിമല വളരെ ശാന്തമായ ഒരു പ്രദേശമാണ്. അവിടെ ഭക്തജനങ്ങൾ വന്ന് മടങ്ങിപ്പോകുന്ന സ്ഥലങ്ങളാണ്. ദേവസ്വം കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. അതിനൊക്കെ നവോത്ഥാനം വേണം. അതിനൊക്കെ പുനരുദ്ധരിക്കണം. അവിടുത്തെ ജീവനക്കാർക്ക്, കഴകക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും അവിടെ ശമ്പളം കൊടുക്കണം. ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ നൂറുകണക്കിന് അമ്പലങ്ങൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. അത് മുഴുവൻ സംരക്ഷിക്കണം. പാരമ്പര്യമായിട്ടുള്ള പ്രശസ്തമായ പല അമ്പലങ്ങളും കേരളത്തിൽ ഇന്ന് സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേടുന്നുണ്ട്. അതേസമയത്ത് ഇതുപോലെ വരുമാനം കൂടുതലുള്ള അമ്പലങ്ങളിലെ ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അവ പുനരുദ്ധരിക്കുന്നതും ആ അമ്പലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും അവിടെ ജീവനക്കാർക്ക് വേതനം കൊടുക്കുന്നതും. അതുകൊണ്ട് പരിപാവനമായ ശബരിമലയിലെ വരുമാനത്തെ തൊട്ടാരും കളിക്കരുത്. അത് ഹൈക്കോടതി ഇപ്പം കൃത്യമായിട്ട് അത് കണ്ടെത്തിയിരിക്കുന്നു. ശബരിമലയിലെ അടുക്കും ചിട്ടയുള്ള ഒരു 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 കണക്ക് വേണ്ടി വരും. അത് എല്ലാവരും സഹകരിച്ച് ആ പണം സ്വാമിക്ക് മുമ്പിൽ എല്ലാവരും ഭക്തജനങ്ങളും കൊടുക്കുന്ന ആ പണത്തിന് കണക്കുണ്ടാകണം. അത് അർഹരായവർക്ക് കയ്യിലെത്തണം. അതുപോലെ തന്നെ കേരളത്തിലെ വളരെയധികം ആൾക്കാർ ശബരിമലയിലെ വരുമാനത്തിൻ്റെ പുറത്ത് അവിടെ പല കച്ചവടക്കാരുമായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും ഒക്കെ വളരെയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമല അയ്യപ്പൻ്റെ ഭക്തരായിട്ടുള്ളവരും അല്ലാത്തവരും അവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിമല മുന്നോട്ട് അതിശക്തമായി മുന്നോട്ട് പോകട്ടെ. അതിനുള്ള സംരക്ഷണം ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.